ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പതിവ് പോലെ തന്നെ ട്രാൻസ്ഫേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഷിഷ് സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഖത്തറിൽ ജനിച്ചിട്ടുള്ള ഇന്ത്യൻ താരത്തെ ഒഡീഷ എഫ് സി സൈൻ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു ആഷിഷ് സലീമിനെ പറ്റി നമ്മൾ മുൻകാലങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇന്ത്യൻ അണ്ടർ-23 ഉപയോഗിക്കാൻ പറ്റുന്ന താരമാണ് എന്നൊക്കെയുള്ള തരത്തിൽ. എനിവേ, ഇപ്പം ഖത്തർ എഫ് സൈഡിൽ നിന്ന് ഇന്ത്യൻ അണ്ടർ-23 കളിക്കാനുള്ള എലിജിബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഒരു NOCയും ക്ലിയറൻസും പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായേക്കാം, അദ്ദേഹം ഒരു ഫോറിൻ പ്ലെയർ ആയിട്ടാണോ അതോ ഒരു ഇന്ത്യൻ പ്ലെയർ ആയിട്ടാണോ കളിക്കാൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ പ്ലെയർ ആയിട്ട് തന്നെയാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് സത്യത്തിൽ ഖത്തറിൽ ജനിച്ചിട്ടുള്ള തഹസിൻ ജംഷീദിൻ്റെ ഒക്കെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആണ്. അതേപോലെ തന്നെ ഇവരൊക്കെ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അപ്പോൾ അവർ ഇന്ത്യൻ പ്ലെയേഴ്സായിട്ട് തന്നെ നമുക്കിപ്പം ഈ OCI പരിപാടി എങ്ങനെ റൂൾ ചേഞ്ച് സ്പോർട്സ് പാസ്പോർട്ടിൻ്റെ ഇത് ഒന്നും ആവശ്യമില്ല. നമ്മുടെ സഹലിൻ്റെ ഒക്കെ കാറ്റഗറിയില്ലേ, അതേപോലെ തന്നെ വന്ന് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ അവിടെ ജനിച്ചതുകൊണ്ട് എനിക്കൊന്ന് അവിടുത്തെ ക്ലിയറൻസ് കിട്ടണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എനിവേ, അൽസൈലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഖത്തറി ടോപ്പ് ഡിവിഷൻ ക്ലബിൻ്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. അവിടുത്തെ ഒരു അക്കാഡമി വഴി തന്നെ ഉയർന്നു വന്നുള്ള താരം. അദ്ദേഹം നിലവിൽ ഇപ്പം അവിടുത്തെ റിസർവ് സൈഡിൻ്റെയൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം KSL കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഡൊമസ്റ്റിക് കപ്പിൽ ഈ ഒരു സീനിയർ ടീമിന് വേണ്ടിയൊക്കെ അദ്ദേഹം ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒക്കെ ഒരു താരമാണ്. എനിവേ, ഞാനൊരു എക്സൈറ്റഡ് ആണ് ഇങ്ങനത്തെയൊക്കെ പ്ലെയേഴ്സ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് വരുന്നൊരു സാഹചര്യം വരുമ്പോഴും. ഇപ്പം ലീഗിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ, ഇപ്പം നമുക്ക് സഹലിൻ്റെ ഒക്കെ അറിയാം, ഒരു ടെക്നിക്കലി അദ്ദേഹം ഗിഫ്റ്റഡ് ആയിട്ടൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഇപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അൽസൈലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് ക്ലബ്ബ് തന്നെയാണ്. അവിടുത്തെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി പ്രതീക്ഷകൾ കൂടും. ഇനി എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഉറപ്പായിട്ടും കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ച് നോക്കുമ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയണം. അപ്പം ഒഡീഷ എഫ് സി കഴിഞ്ഞ സീസണിൽ വളരെ ബുദ്ധിമുട്ടി, എനിക്ക് തോന്നുന്നു ലീഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ മറ്റൊക്കെയാണ് അവരുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കൂടി ഭേദപ്പെട്ട നിലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ ആ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവർ നല്ല രീതിയിലും റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് VP സുഹൈർ എന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ വർഷം എത്തിച്ചിട്ട് അദ്ദേഹം ഇന്ത്യൻ ടോപ്പ് സ്കോറർ ആയിരുന്നു. അവസാനം എത്തിയിട്ടുള്ള ഒരു പ്ലെയറാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ എഡ്വിൻ സിഡ്നി വാൻസ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള വിങ് ബാക്കായിട്ട് മിഡ്ഫീൽഡായിട്ടോ കളിക്കാൻ കഴിവുള്ള താരം. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. അദ്ദേഹത്തിനും ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് ഒഡീഷ. അടുത്തത് ബംഗളൂരു FC 2 വിദേശ സൈനിങ്സ് നടന്നു എന്നുള്ളതാണ്. സാൻഡ്രോ എംബളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർച്ചുഗീസ് സെൻറ്റർ ബാക്ക് താരമാണ് ആദ്യത്തേത്. 30 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരം വേണേൽ അത്യാവശ്യം ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലൊക്കെ കളിക്കാൻ കഴിവുള്ള താരമാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് കൺട്രീസിൽ കളിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ലീഗ്, അതുപോലെ തന്നെ സൗദി സെക്കൻഡ് ഡിവിഷൻ, എസ്തോണിയൻ ലീഗ്, സൈപ്രസ് ലീഗ്, ഫിന്നിഷ് ലീഗ്, ഇംഗ്ലീഷ് ലോവർ ടയർ, അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ താരവുമായിട്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് കരിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും പോർച്ചുഗലിലെ പ്രമുഖ ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഒരു യൂത്ത് ടീമിൻ്റെ ഭാഗമായിരുന്നു. അതിനോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഫിസിക്കൽ പ്ലേ ആണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്നുള്ളതാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ 2024 തൊട്ടാണ് അദ്ദേഹം ഇന്തോനേഷ്യൻ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സൈനിങ് ബോർഹ മാർട്ടിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈനിങ് ആണ്. ഒരു സ്പാനിഷ് വിങ്ങറാണ്, 32 വയസ്സുകാരനായിട്ടുള്ള താരം. വിങ്ങറിന് പുറമെ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കും. അദ്ദേഹത്തിൻ്റെ ബേസിക് പൊസിഷനിൽ ഒരു ലെഫ്റ്റ് വിങ്ങറാണ്. അത്യാവശ്യം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ കളിക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സ്പാനിഷ് തേർഡ് ടയർ ക്ലബ്ബിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ബംഗളൂരു FC എത്തുന്നത്. അദ്ദേഹം കരിയറിലായിട്ട് 380+ മാച്ചസ് കളിച്ചിട്ടുണ്ട്. അതിൽ 40 ഗോൾ 3 അസിസ്റ്റ്. അതൊരു ഭയങ്കര നമ്പർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, എങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അദ്ദേഹം കളിച്ചിട്ടുള്ള ഒരു ലീഗ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ മെജോറിറ്റി അദ്ദേഹം കളിച്ചിട്ടുള്ളത് സ്പാനിഷ് തേർഡ് ടയറിലാണ്. സെഗുണ്ടയിൽ കളിച്ചിട്ടുണ്ട്. 27 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. എസ്പാനിയോൾ B ടീമിൻ്റെയും എൽച്ചിയുടെയൊക്കെ താരമായിരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം തേർഡ് ടയർ സ്പാനിഷ് ലീഗിൽ 33 മത്സരങ്ങൾ 3 ഗോൾ 2 അസിസ്റ്റാണ്. പറയുന്ന പോലെ ഒരു ബിലോ ആവറേജ് സ്റ്റാറ്റാണ്. എനിവേ, ISL വരുമ്പോൾ ബംഗളൂരു FC വേണ്ടി ഇതെങ്ങനെ വർക്കൗട്ട് ആയിട്ട് വരുമെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അടുത്ത ഒരു സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പറെ സൈൻ ചെയ്തു. തമിഴ്നാട് സ്വദേശിയായുള്ള 22 വയസ്സുകാരനായിട്ടുള്ള താരം. അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി അണ്ടർ-23 കളിക്കുന്ന സമയത്താണ് കേട്ടോ. ഒരു നല്ല ഗോൾ കീപ്പറാണ്, നല്ല ഭാവിയുള്ള ഗോൾ കീപ്പറാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൻ FC ഭാഗമായിരുന്നു അദ്ദേഹം. ISL കളിച്ചിട്ടില്ല, പക്ഷേ ഇവിടുന്ന് ലോണിൽ പോയിട്ട്, ചെന്നൈയിൻ FC ലോണിൽ പോയിട്ട്
സാറ്റ് തിരൂരിൻ്റെ ഭാഗമായിട്ട് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോവയുടെയും ഭാഗമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഐ ലീഗ് 2 പുറമെ RFDL ചെന്നൈയിൻ FC യുടെ ഭാഗമായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. ചെന്നൈയിൻ FC യിൽ നിന്ന് ലോണിലാണ് ഈ പറഞ്ഞ ക്ലബ്സിലൊക്കെ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. എനിവേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ഗുർമീത് സിംഗ് ഉണ്ട്, അതുപോലെ ദീപേഷ് ചൗഹാൻ ഉണ്ട്. ഇവർ രണ്ട് നല്ല ഗോൾ കീപ്പേഴ്സാണ്. പ്രത്യേകിച്ച് ദീപേഷ് ചൗഹാൻ ഈ അണ്ടർ-23 ടീമിൻ്റെ ഭാഗമായിരുന്നു. അണ്ടർ-23യുടെ കോച്ച് അറിയാലോ, നൗഷാദ് മൂസയാണ്. അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും കുറച്ച് ക്രൗഡഡായി ഗോൾ കീപ്പർ. നല്ല ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഗോൾ കീപ്പേഴ്സിൻ്റെ ഒരു നിര തന്നെ ഉണ്ട് അവരുടെ ഒരു ഇതിലേക്ക്. ഇപ്പം മോഹൻ രാജിൻ്റെ കൂടി അഡീഷൻ വരുമ്പോൾ എന്നുള്ളതാണ് പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ സനിയ.